ഇതാണ് ബൂസുരി ഇമാമിന്റെ ഖബറാണ്. ബൂസുരി ഇമാം എന്ന് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും പ്രസിദ്ധനായത് അദ്ദേഹത്തിന്റെ നിരവധി കവിതകളിലൂടെയാണ്. അദ്ദേഹം ഒരുപാട് കവിതകൾ നമ്മുടെ ഇതിന്റെ ചുറ്റുവട്ടത്ത് എഴുതി വെച്ചിരിക്കുന്ന കവിതകളൊക്കെയും അദ്ദേഹം രചിച്ചതാണ്. അപ്പൊ ഈ കവിതകളൊക്കെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയും പാടിയും പറഞ്ഞുമൊക്കെ നബിതങ്ങളുടെ ഏറ്റവും ഇഷ്ടക്കാരനായി മാറി. ആ കാലയളവിൽ അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ടു. ആ തളർവാദം പിടിപെടുന്ന സമയത്ത് ഇമാം ബൂസുരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് കവിത എഴുതി. ആ കവിതയാണ് ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെയൊക്കെ മജ്‌ലിസുകളിലും വേദികളിലുമൊക്കെ നമ്മൾ ചൊല്ലുന്ന ബുർദ. ആ ബുർദ രചിച്ചത് മഹാനായ ഇമാം ബൂസുരി റഹിമഹുല്ലാ മഹാനവറുകളാണ്. അദ്ദേഹം എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് അഹദു ഔലിയ ഇല്ലാഹിൽ മുഖറബീൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വളരെ പ്രമുഖനാണെന്നും ഒരാളാണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ബുർദ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി സ്വപ്നങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധം സ്ഥാപിച്ചെടുത്ത ഒരാളാണ് അദ്ദേഹം. ഇങ്ങനെ ബുർദ എഴുതി തീരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ട് കിടക്കുമ്പോൾ അദ്ദേഹം നബിതങ്ങളെ പറ്റി ഇങ്ങനെ എഴുതി അവസാനം സ്വപ്നത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ കവികൾക്ക് സാധാരണ മദീനയിൽ നബിതങ്ങൾ സമ്മാനിക്കുന്ന ഒരു പുതപ്പ് പോലുള്ള ഒരു പുതപ്പ് സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് മൂടിക്കൊടുക്കാൻ. ആ സ്വപ്നത്തിൽ അത് മൂടി അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അദ്ദേഹത്തിന്റെ തളർവാദം മാറി, അദ്ദേഹത്തിന്റെ രോഗം മാറി. അപ്പോ ബുർദ എന്ന് പറഞ്ഞാൽ പുതപ്പെന്നാണ്. അങ്ങനെയാണ് ആ കവിതയ്ക്ക് ബുർദ എന്ന പേര് വന്നത്. പിന്നെ ബുർഉദ്ദ എന്ന് പറയുന്നുണ്ട്, അതായത് രോഗത്തിന്റെ ശമനം എന്ന്. അദ്ദേഹത്തിന്റെ രോഗശമനമുണ്ടായത് നബിതങ്ങളുടെ മദ്ഹ് എഴുതിയതിനു ശേഷമാണ്. പിന്നെ ബുർദ എന്ന് പറയാൻ മറ്റൊരു കാരണം പറയുന്നത്, ഒരു പുതപ്പിന്റെ ഉള്ളിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അയാൾ മുഴുവനും ആ പുതപ്പ് ആവരണം ചെയ്യും എന്നതുപോലെ അദ്ദേഹത്തിന്റെ കവിതയുടെ ആ ഒരു മികവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ബുർദ എന്ന മനോഹരമായ കാവ്യം എഴുതിയ, നമ്മളൊക്കെ വളരെ വികാരത്തോടുകൂടി കേട്ടിരിക്കുന്ന ഒരുപാട് മഹാന്മാര് ഇജാസത്ത് കൊടുക്കുന്ന, അതായത് നമ്മുടെ പരലോകം നന്നാകാനും ഇഹലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും ഒക്കെ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൊല്ലിക്കോളി എന്ന് അനുമതി കൊടുക്കുന്ന ഒരു മഹത്തായ വിശാലമായ അർത്ഥതലങ്ങളിൽ ഈ മെഡിറ്ററേനിയൻ കടല് പോലെ വിശാലമാണ് അതിന്റെ അർത്ഥം, ആശയം. ആ വിശുദ്ധമായ ബുർദ എഴുതിയ മഹാനായ നമ്മുടെ നായകൻ ഇമാം ബൂസുരി റഹിമഹുല്ലയുടെ ചാരത്താണ് നമ്മളുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ മദ്ഹുകളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മഹാനുഭാവനെ അഷ്റഫുൽ ഖൽഖ് സ്നേഹിച്ചതുപോലെ, തിരിച്ചു സ്നേഹിച്ചതുപോലെ, അതിൽ ഏറ്റവും വികാരത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ടത് ഒരു വരി അദ്ദേഹം എഴുതി. എന്താണ്? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശർ, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ടുള്ള അറിവിൽ ഏറ്റവും അങ്ങേയറ്റം അന്നഹു ബശറിന്റെ ഒരു മനുഷ്യനാണ് എന്നെഴുതി അങ്ങ് നിർത്തുക. പിന്നെ എഴുതാൻ അദ്ദേഹത്തിന് അറിയില്ല. പറഞ്ഞ് അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ വായിച്ചെടുക്കുന്ന ഒരാൾക്ക് നബിതങ്ങൾക്ക് ഒരു ദിവ്യത്വം ഉണ്ടായി പോകുമോ എന്ന ഒരു ഭയം ആകാം അങ്ങനെ ഉണ്ടായത്. അതല്ലെങ്കിൽ അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ പാടി വാചാലമായിട്ട് അവസാനം ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശർ എന്ന് അദ്ദേഹം എഴുതി തീർന്നു. പിന്നെ എഴുതാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വരി പൂരിപ്പിച്ചു കൊടുത്തു. അതാണ്, ബാക്കി വരി പൂരിപ്പിച്ചു കൊടുത്തു. വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, സാധാരണ മനുഷ്യനല്ല. വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, എല്ലാ ആളുകളെക്കാളും നബിതങ്ങൾ ഏറ്റവും മികവുള്ള ശ്രേഷ്ഠനായ ആളാണെന്ന് കൂടി എഴുതൂ എന്ന് പറഞ്ഞ് നബിതങ്ങളെപ്പറ്റി എഴുതുക മാത്രമല്ല, നബിതങ്ങൾ വരി പൂർത്തീകരിച്ചു കൊടുത്ത മനോഹരമായ ബുർദ. ആ ബുർദയുടെ നായകന്റെ സമീപത്താണ് നമ്മളുള്ളത്. നമുക്ക് അദ്ദേഹം സ്നേഹിച്ചതിനെ ഈ മെഡിറ്ററേനിയൻ കടലിൽ മുക്കി
അതിനുശേഷം എന്തെങ്കിലും അതിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത്ര പോലും നമുക്ക് നബിതങ്ങളോട് പ്രണയമില്ല. നമ്മുടെ യാത്രയിലൂടെ, ഈ സിയാറത്തിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഗുരുത്വവും പൊരുത്തവും അദ്ദേഹത്തിന്റെ എല്ലാ തണലും നമുക്ക് ഇരുവീട്ടിലും ഉണ്ടാകട്ടെ. നാളെ ഈ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ പറ്റി പാടിപ്പുകഴ്ത്തിയ ഈ കൈ പിടിച്ച് എഴുതിയ ഈ കൈകൾ പിടിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലൂടെ പാറി നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി.